നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. റിലേഷൻഷിപ്പ് ഇതിൽ ക്വസ്റ്റ്യനിൽ നിന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്താ മറക്കുന്നത് എന്ന് നോക്കാം. എനിക്ക് മറക്കുന്ന കാര്യം ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഫീലിങ്സിൻ്റെ അങ്ങനത്തെ പല കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അവരുടെ ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അവരുടെ ഫീലിങ്സിനെ കുറിച്ചായിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സി എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മറക്കുന്നത്. എന്തെങ്കിലും രഹസ്യമായിട്ട് അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ടോ? നിങ്ങളെക്കുറിച്ച് മാത്രം ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും സീക്രട്ട് അവരുടെ ലൈഫിലുണ്ടോ അതും കൂടി നമുക്കൊന്ന് നോക്കാം. ലൈക്ക് എന്തെങ്കിലും സീക്രട്ട് ആയിട്ട് നമുക്ക് അറിയാൻ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവർ മറക്കുന്നത് എന്താണ് അവർ നിങ്ങളുടെ അടുത്ത് മറക്കുന്ന? ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, Temperance, Eight of Pentacles, Cups, King of Wands, and Heartbreak. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എനിക്ക് എടുക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങളോട് ഇപ്പോഴുള്ള connection is stored. Okay, I think നിങ്ങളോട് ഇവിടെ മറക്കുന്ന കാര്യം മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. ഓക്കെ, അത് മറക്കല്ല. ഐ തിങ്ക് നിങ്ങൾക്ക് അറിയുമായിരിക്കാം, മേ ബി. ഓക്കെ, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അവർക്ക് ഐ തിങ്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഇപ്പോൾ അവർക്ക് നല്ലോണം ഉണ്ട്. ഓക്കെ, അവർക്കത് ലൈക്ക് എന്ന് വെച്ചാൽ ഫാമിലി ടേക്ക് കെയർ ചെയ്യണം. ഫാമിലിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി പേഴ്സൺ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ക്വീൻ ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നമ്മൾ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് എന്നെടുക്കാം. പക്ഷെ ലൈക്ക് അവരുടെ കാര്യങ്ങൾ അത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ കാര്യമാണ് കൂടുതലും നമ്മൾ പറയാം. ഓക്കെ, അതായത് വളരെ മേ ബി ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് മേ ബി പാരൻസ് എന്ന് എടുക്കില്ല. ആക്ച്വലി ഇത് കൂടുതലും മാരീഡ് ആണ് എനിക്ക് ഇവിടെ കാണുന്നത്, മാരീഡ് സിറ്റുവേഷനാണ് എനിക്ക് ഇവിടെ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ മാരീഡ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഫാമിലിക്ക് വേണ്ടി അവർ റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അവർ ഫാമിലിയുടെ സ്റ്റെബിലിറ്റി എല്ലാം നോക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ജോലി കരിയറിലേക്കൊക്കെ അവർ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ്. കാരണം അവർ ഫാമിലിയെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. 10 of Cups ആണ്. ഓക്കെ, അവർ ലൈക്ക് ഹസ്ബൻഡ് ഓർ വൈഫ് എന്തോ ആയിക്കോട്ടെ. ഓക്കെ, മേ ബി ഒരാൾ മീൻസ് ജോലി ചെയ്ത് ലൈക്ക് നമ്മൾ ഫാമിലി നടത്തുക എന്നൊക്കെ പറയില്ലേ, കുടുംബം നടത്തുക, അങ്ങനെ ആ രീതിക്കാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ലൈഫിനെ അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അത് അവർ നിങ്ങളോട് തുറന്ന് പറയുന്നില്ല. മീൻസ് അവർ സ്ട്രെസ് ഉണ്ടാവും അതിൻ്റെ. ഓക്കെ, ഇവിടെ സൈലൻസ് കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, സൈലന്റ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് തുറന്ന് പറയുന്നില്ല, ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. അവരിപ്പോൾ വർക്കിൽ ഒരുപാട് കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ട്, ജോലിയിൽ കോൺസെൻട്രേഷൻ കൊടുക്കും. മേ ബി അവരുടെ ലൈഫിനെ സ്റ്റേബിൾ ആക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, ജോലിയിലേക്കാണ് ഇപ്പോൾ അവർ ഫുൾ എഫേർട്ട് മുഴുവൻ ജോലി അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളിൽ. ഓക്കെ, ബട്ട് അവരുടെ ഉള്ളിൽ ഒരു കിങ് ഓഫ് വോൺസ് എനർജി കിടക്കുന്നുണ്ട്. കിങ് ഓഫ് വോൺസ് എനർജി എന്ന് പറയുമ്പോൾ അവർ പക്ഷേ ഇതിൻ്റെയൊക്കെ ഈ ഒരു സ്ട്രെസ്സിൻ്റെ മേലെ അവർ ഒരു പാഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരു പാഷൻ ഇല്ല ഇപ്പോൾ. ഓക്കെ, അവർ അത് ആഗ്രഹിക്കുന്നത് ഐ തിങ്ക് നിങ്ങളുടെ അടുത്തു നിന്നാണ്. ഓക്കെ, അത് അവർക്ക് തോന്നുന്നത് നിങ്ങളുടെ അടുത്താണ്. സ്റ്റാർ ഉണ്ട് ഇവിടെ. ഓക്കെ, ഹെർമിറ്റ് ആൻഡ് സ്റ്റാർ. അവർ പക്ഷേ നമ്മൾ പറയില്ലേ ഈ ജോലിയുടെയും ഈ തിരക്കിൻ്റെയും ഒക്കെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സ് പോകുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അവർക്കൊരു സന്തോഷം തോന്നുന്നത്. ഓക്കെ, ഇവിടെ ഒരു സ്റ്റാർ ആയിട്ട് നിങ്ങളെ അവർ കാണുന്നുണ്ട്. ഞാൻ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന രീതിക്കാണ് എടുത്തത്. ഇപ്പം സൈലന്റ് ആയിരിക്കാം, മേ ബി നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ബട്ട് അത് ഐ തിങ്ക് വർക്കിൻ്റെ ഒക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും. വർക്ക് അല്ലെങ്കിൽ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, മേ ബി ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, ഫാമിലിയുടെ സന്തോഷം നോക്കാം. ഇത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, നിങ്ങൾ സിംഗിൾ ആയിരിക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഇവിടെ ഒരു നിങ്ങളുടെ പേഴ്സൺ മാരീഡ് എന്ന രീതിക്കാണ് എനിക്ക് കൂടുതലും കാണുന്നത്. ഓക്കെ, മെജോറിറ്റി അതാണ് കാണുന്നത്. ഇവിടെ 6 of Swords ഉണ്ട്. അവരൊരു സമാധാനം, പീസ് അവർക്ക് കിട്ടുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. ഓക്കെ, വേറെന്താണ് അവർ നിങ്ങളോട് മറക്കുന്നത്? പക്ഷെ ഇത് അവർ തുറന്ന് പറയുന്നില്ല നിങ്ങളോട്. ഓക്കെ, ഈ കാര്യങ്ങൾ അവർ തുറന്ന് പറയുന്നില്ല. മേ ബി സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്നുണ്ടാവാം, നിങ്ങളടുത്തൊന്നും പറയാൻ നിൽക്കുന്നുണ്ടാവാം. ലെറ്റ്സ് സി വേറെന്താണ് മറക്കുന്നവർ. സെയിം തിങ് സി ഇവിടെ കിങ് ഓഫ് പെന്റിക്കിൾസ് വന്നു, ക്വീൻ ഓഫ് പെന്റിക്കിൾസ് വന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരീഡ് സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, നിങ്ങൾ മീൻസ് നിങ്ങൾ ലേഡീസ് വാച്ചിങ് ആണെങ്കിലും ജെൻസ് വാച്ചിങ് ആണെങ്കിലും പ്ലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക. ഇപ്പോൾ ഫാമിലി റെസ്പോൺസിബിലിറ്റി ആണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, കാരണം അത് അവർക്ക് നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല. ബിക്കോസ് ഫാമിലി കുട്ടികളൊക്കെ ഉണ്ടാവാം. ഓക്കെ, കാരണം ഇവിടെ കുട്ടികളും ഒക്കെ കാണുന്നുണ്ട്, ഫാമിലി ആയിട്ട് കാണുന്നുണ്ട്. അത് അവർക്ക് അങ്ങനെ അത്ര എളുപ്പം നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ അവർ അതിൽ എഫേർട്ട് ഇടുന്നുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞു അവരുടെ ഉള്ളിലുള്ള ഒരു പാഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു.
ഓക്കെ, അവർക്കൊരു പാഷനേറ്റ്, അതായത് നമ്മൾ പറയില്ലേ, നമ്മൾ റെസ്പോൺസിബിലിറ്റി ഒക്കെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ലൈഫിൽ വേറെ ഒരു അഡ്വഞ്ചറും ഇല്ല. ഓക്കെ, വേറെ ഒന്നും ഇല്ല, നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം ചെയ്തുകൊണ്ട് ജസ്റ്റ് ജോലി ചെയ്യുക, ഫാമിലിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക, അങ്ങനെയൊക്കെ മാത്രം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പക്ഷെ അവർക്ക് ആ ഒരു ഉള്ളിലുള്ള ഒരു ഫീലിംഗ് എന്ന് കാണുന്നത്, അതിവിടെ നോക്കുക, ആരാ ക്വീൻ ഓഫ് വൺസ് വന്നു. ഇത് നിങ്ങളെ എടുക്കാം. ഓക്കെ, സോ നിങ്ങളോടുള്ള ഒരു പാഷനാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, അവർ മനസ്സിൽ അവർ ഹൈഡ് ചെയ്യുന്നത്, ഐ തിങ്ക് അവർ നിങ്ങളോടുള്ള ഈ പാഷനാണ് അവർ ഹൈഡ് ചെയ്യുന്നത്. കാരണം അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് ചെയ്യണം. അപ്പോൾ അതിന് മേലെ അവർ ലൈഫിനെ ഒന്ന് മാനേജ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്, ബട്ട് ഫീലിങ്സ് നിങ്ങളോടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ജസ്റ്റ് നിങ്ങളോട് ഉള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ നോക്കാം. നിങ്ങൾ തമ്മിൽ ഇപ്പം എന്താണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് അവർ, ഓക്കെ, നിങ്ങളോട് അവർക്ക് എന്താ ആഗ്രഹം, അങ്ങനെ നോക്കാം. വാട്ട് ഡു യു അവർക്ക് നിങ്ങളോട് എന്താണ് വേണ്ടത് ഫ്യൂച്ചറിലേക്ക്, ഇന്റൻഷൻ എന്താണ് അവരുടെ, സോറി ഞാൻ പറയുമ്പോൾ 7 of Swords, വേൾഡ് കാർഡ്, ഡെവിൾ എനർജി ആൻഡ് പേജ് ഓഫ് പെന്റക്കിൾസ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ തമ്മിലൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ഒരു ഹിഡൻ റിലേഷൻഷിപ്പ് ആയിരിക്കും. അതിനെ അവർക്ക് മേ ബി നിങ്ങൾ തമ്മിൽ ദൂരെ ആയിരിക്കാം. ഓക്കെ, ദൂരെ നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരിക്കാം, കാണാൻ പറ്റാത്ത ഡിസ്റ്റൻസ് ആയിരിക്കാം. അവർക്ക് നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ഇപ്പോൾ തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ വേണം എന്ന് അവർക്ക് ഉണ്ട് അവരുടെ ലൈഫിൽ. ഓക്കെ, പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, നിങ്ങൾ തമ്മിൽ ആ സീക്രട്ട് ആയിട്ടൊരു റിലേഷൻഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ആഗ്രഹമുണ്ട് അവർക്ക്. ഓക്കെ, അതായത് അത് വേറൊന്നും കൊണ്ടില്ല, അവരുടെ ലൈഫിൽ അവർക്ക് ബാക്കി എല്ലാം ഒരു നമ്മൾ പറയില്ല, ഇങ്ങനെ സ്ട്രെസ്സും കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരു തരത്തിൽ അങ്ങനെയാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. സോ അതിൻ്റെ ഇടയിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സപ്പോസ് സെപ്പറേഷനിലാണെങ്കിൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഡെവിൾ എനർജി ഉണ്ട്. ഡെവിൾ എനർജി എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് എടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു തരത്തിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോടൊരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ്, എങ്ങനെ പറയപ്പോൾ അതിന് വാക്ക് എനിക്ക് കിട്ടുന്നില്ല, സോറി. നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട്, അങ്ങനെ എടുത്തോളൂ. ഓക്കെ, നിങ്ങളോട് വല്ലാതെ ഒരു ശരിക്കും അടുപ്പം വേണമെന്നുണ്ട് അവർക്ക്. സെക്ഷൽ ഡിസയേഴ്സ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, യെസ്, കാരണം ഇവിടെ വോൺസ് കാർഡായിരുന്നു വന്ന നേരത്തെ. സോ സെക്ഷൽ ഡിസയേഴ്സ് എനിക്ക് വല്ലാതെ കാണുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ അവരൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പം നിങ്ങൾക്ക് തരാനുള്ളത്, ഓക്കെ, നമ്മൾ പറയില്ലേ, അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തരണം എന്നുണ്ടെങ്കിൽ അതൊരു ജസ്റ്റ് ചെറിയൊരു ഓഫറാണ്. ഓക്കെ, ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് ആ ലെവലിലേക്ക് അവർക്ക് ഇപ്പോൾ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഓക്കെ, അവർ ഫാമിലി ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പക്ഷെ നിങ്ങളോടുള്ള സ്നേഹം അവർക്ക് ഉണ്ട് ഒരു ഭാഗത്ത്. ഓക്കെ, നിങ്ങളോടുള്ള സ്നേഹം, അട്രാക്ഷൻ, പാഷൻ എല്ലാം ഒരു ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരാൻ ഇപ്പോൾ അവർക്ക് ചെറിയൊരു ലെവലിലെ ഒരു ഓഫർ തരാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഒരു ജസ്റ്റ് ഒരു നമ്മൾ എന്താ പറയുക, ഒന്നിച്ചുണ്ട് എന്ന രീതിക്ക് അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ലെവലിൽ നിൽക്കാൻ മാത്രമേ അവർക്ക് സാധിക്കുള്ളൂ. ഓക്കെ, എന്താണ് അവരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുക, അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പേജ് ഓഫ് കപ്സ്. അഗൈൻ കുറച്ച് ലൈക്ക് എന്താ പറയുക, ചെറിയ ചെറിയ കാര്യങ്ങളെ അവർക്ക് ഇപ്പം നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. ഓക്കെ, അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരെ മനസ്സിലാക്കണം എന്നായിരിക്കാം. ഓക്കെ, ലൈക്ക് ഇടയ്ക്കൊന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയൊരു കമ്മിറ്റ്മെന്റ് ആയിട്ടുണ്ട് അവർക്ക്, അവരെ മനസ്സിലുണ്ട്, നിങ്ങളോടുള്ള ആഗ്രഹവും കാര്യവും എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പം അവരുടെ ലൈഫിൽ പ്രയോറിറ്റി ഫാമിലിയാണ്. ഓക്കെ, നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കണ്ട. ഓക്കെ, കാരണം നമുക്കതിൽ ഒന്നും പറയാനില്ല, അല്ലേ? സോ നിങ്ങൾ തമ്മിൽ ആ സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് കമ്മിറ്റ്മെന്റ് ഒരു ചെറിയ ലെവലിലേക്കാണ് ഇപ്പോൾ. ഓക്കെ, ഇപ്പോഴത്തെ ഇതിൽ നോക്കുമ്പോൾ. പക്ഷെ അവർക്ക് സ്നേഹം ഇല്ലാണ്ടോ പാഷൻ ഇല്ലാണ്ടോ ഒന്നും ലെവൽ അത് ശരിക്കും അവർക്ക് ഒരു പുൾ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, നിങ്ങളുടെ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നത്. അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ സെക്ഷൽ മാത്രമല്ല, നിങ്ങളുടെ അടുത്തേക്ക് ഒരു വല്ലാത്തൊരു പവറാണ്. കാരണം ഹൈ പ്രീസ്റ്റസ് ഉണ്ട് ഇവിടെ. ഓക്കെ, സീക്രട്ട് ആയിട്ടൊരു അവരുടെ ഉള്ളിൽ ഒരു പാഷനായിട്ടും സീക്രട്ട് ആയിട്ട് റിലേഷൻഷിപ്പ് ആയിട്ടും ഒക്കെ കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുമ്പോൾ 7 of Swords ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ്. എന്തായാലും മുമ്പിൽ അവർക്കിപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കാണുന്നവരുടെ ലെവൽ. ഓക്കെ, അവർ സീക്രട്ട് ആയിട്ട് നിങ്ങളടുത്ത് മറക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐ തിങ്ക് നിങ്ങളടുത്ത് ഇതൊന്നും തുറന്ന് സംസാരിക്കുന്നുണ്ടാവില്ല, തുറന്ന് പറയുന്നുണ്ടാവില്ല. മേ ബി കാരണം ഇതുകൊണ്ടായിരിക്കാം എന്നിട്ട് അവർക്ക് തരാൻ പറ്റുന്നത് വളരെ ചെറിയൊരു ഓഫറാണ്. അപ്പം അത് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചിലപ്പോൾ അവർക്ക് അറിയില്ല. ഓക്കെ, അതായിരിക്കാം അവരുടെ മനസ്സിലിപ്പോൾ ഫാമിലി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ്, റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ബട്ട് നിങ്ങളോടുള്ള ഒരു ഫീലിങ്ങും കാര്യങ്ങളും എല്ലാം അവരുടെ ഉള്ളിലുണ്ട്, മനസ്സിലുണ്ട്. ഓക്കെ, നമുക്ക് നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് ഞാൻ എടുക്കാം. ഓക്കെ, നിങ്ങളോട് യൂണിവേഴ്സ് എന്താ പറയുന്നത് ഇവിടെ? നിങ്ങളോട് ഇവിടെ യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം നമുക്ക്. അഡ്വൈസ്, ട്രൂത്ത്, എക്സ്പ്രഷൻ, അപ്പോളജി. നേരത്തെ ആക്ച്വലി എനിക്കത് തോന്നിയിരുന്നു പേജ് ഓഫ് പെന്റിക്കിൾസിൻ്റെ. അസിസ്റ്റൻസ്, സ്പിരിറ്റ് ഗൈഡ്സ്, fulfillment of wishes, അത് കൂടുതൽ എടുക്കുന്നില്ല. ഡിസ്ഹാർമണി, ട്രിഗേഴ്സ്, കോൺഫ്ലിക്റ്റ്,
ഗിൽട്ട്. ഓക്കെ, ഇവിടെ പേഴ്സണ് ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, ഡിവൈൻ ഫെമിനൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജെൻസ് വാച്ചിങ് ആണെങ്കിലും ഓക്കെ, നിങ്ങളുടെ ഒരു പവറിൽ നിങ്ങൾ നിൽക്കുന്നു, അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, ചില അവർ നിങ്ങളോട് സത്യങ്ങൾ തുറന്നു പറയും. ഓക്കെ, അവരെ മനസ്സിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്നു പറയും. ഓക്കെ, മേ ബി അവർ നിങ്ങളെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് അവരൊരു മാപ്പ് പറയും നിങ്ങളോട്, നിങ്ങൾക്ക് സമയം തന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും അല്ലെങ്കിൽ മാറി നിൽക്കുക അങ്ങനെയൊക്കെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു മാപ്പ് പറഞ്ഞ് അവർ വരാനുള്ള സാധ്യതയാണ്. ഇവിടെ ഗിൽട്ട് ഉണ്ട് പേഴ്സണിന്. ഓക്കെ, ഒരുപാട് അവർക്ക് വിഷമമുണ്ട്. ദാറ്റ് നിങ്ങളെ ആക്ച്വലി നേരത്തെ 5 ഓഫ് കപ്സ് കണ്ടിരുന്നു. സോ അവർ നിങ്ങളെ നഷ്ടപ്പെടാനോ അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അവർക്ക് ആ ഗിൽട്ട് ഉണ്ട്, നിങ്ങളെ വിട്ട് കളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിഗ്രറ്റ് അവർക്ക് ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ തമ്മിൽ മേ ബി എന്തെങ്കിലുമൊക്കെ ഡിസാർമണി, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കണം എന്ന രീതിക്കുണ്ട്. കാരണം ഇവിടെ എപ്പിഫനി ആൻഡ് ബ്രേക്ക് ത്രൂ കാണുന്നുണ്ട്. അവർക്ക് എവിടെയോ റിയലൈസേഷൻ ഉണ്ട് അവരോടില്ല. അവർക്ക് ഡിവൈൻ ആക്ച്വലി അവർക്ക് റിയലൈസേഷൻ ഉണ്ടാക്കും. എന്നിട്ട് അവർ നിങ്ങളോട് ചെയ്യുന്ന തെറ്റാണ് എന്ന രീതിയിലൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ച് വരാനും, ഇപ്പോൾ നോ കോൺടാക്റ്റ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും, അല്ലെങ്കിലും തന്നെ മേ ബി നിങ്ങളുടെ പേഴ്സൺ എപ്പോഴെങ്കിലും തുറന്ന് അവരോട് അവരുടെ മനസ്സിലുള്ളതൊക്കെ പറയും. എന്നിട്ട് അവർ നിങ്ങളോട് ചെയ്ത തെറ്റല്ല, മീൻസ് തെറ്റായിട്ടുണ്ട് എന്ന് അവർക്ക് അറിയാം എന്നുള്ളത് സമ്മതിക്കും അവർ. ഓക്കെ, അതിനിവിടെ നിങ്ങൾക്ക് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എപ്പോഴും. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളെപ്പോഴും യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് മാത്രമല്ല നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലും ഓക്കെ, യൂണിവേഴ്സ് ചില കാര്യങ്ങൾ അവർക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, ഒരിക്കലും നിങ്ങൾ കാരണം ഇവിടെ ഡിവൈൻ ടൈം കണ്ടിരുന്നു ഞാൻ, ഡിവൈൻ ടൈം ആൻഡ് ചേഞ്ച് ഉണ്ട്. ഓക്കെ, പേഴ്സൺ ചില കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരും. ഓക്കെ, ഇപ്പൊ പക്ഷെ അവര് കോൺസെൻട്രേഷൻ മുഴുവൻ ഇപ്പൊ അവരുടെ, കാരണം ഇവിടെ ഓക്കെ കോൺട്രാക്ട് കരിയർ കമ്മിറ്റ്മെന്റ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവരെ കോൺട്രാക്ട്സ്, അതായത് അവരെ കർമ്മയാണ്. ഓക്കെ, അവർ ചില കാര്യങ്ങൾ അവർ ചെയ്യാനുണ്ട്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അവർക്ക്, അത് അവർ ചെയ്തേ പറ്റൂ. സോ അതുകൊണ്ടാണ് ഇപ്പോൾ അവർ തൽക്കാലം നിങ്ങളടുത്ത് മാറി നിൽക്കുന്നതൊക്കെ. മറക്കുന്നത് വേറെ കാര്യമായിട്ടൊന്നുമല്ല. ലൈക്ക് ഐ തിങ്ക് ഇവിടെ നിങ്ങളുടെ ഫാമിലി, അവർക്ക് ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് അധികം കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ള കാര്യങ്ങൾ. പക്ഷെ അത് ഐ തിങ്ക് തുറന്ന് പറയുന്നില്ല, ഇതാണ് ഇന്നതാണ് കാരണം എന്നുള്ളത് മേ ബി അവർ തുറന്ന് പറയുന്നുണ്ടാവില്ല. കോൺഫ്ലിക്റ്റ് വരുമെന്ന് പേടിച്ചിട്ടായിരിക്കാം. ഓക്കെ, സോ എന്തായാലും അട്രാക്ഷൻ ഹോട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഡെവിൾ കാർഡ് അല്ലേ. ഓക്കെ, ഷോ എന്തായാലും പേഴ്സണിന് ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്. ഓക്കെ, ബട്ട് ഇപ്പോൾ അവർ തൽക്കാലം പല കാര്യങ്ങളിലും ഒരു ബിസി ആയിരിക്കാം, അങ്ങനത്തെയൊക്കെ ആയിരിക്കാം. ഓക്കെ, ഒന്ന് നിങ്ങൾ ക്ഷമയോടെ തൽക്കാലം വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ പവറിലേക്ക് വരിക. ഓക്കെ, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുക, എന്നാൽ മാത്രമേ അവരും അത് തിരിച്ചറിയുള്ളൂ. ഓക്കെ, നിങ്ങൾ അവരെ ചേസ് ചെയ്യാനൊന്നും പോവാതിരിക്കുക, നിങ്ങൾ സമാധാനമായിട്ട് നിങ്ങളിരിക്കുക. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.